സ്വാതന്ത്ര്യം കിട്ടിയ ആ ദിവസങ്ങളിൽ മുതൽ ഇന്ത്യയുടെ അങ്കമാലിയുടെയും പരിസരത്തെയും എല്ലാവരുടെയും ജീവിതത്തെ കരുത്തിരിപ്പിച്ച അങ്കമാലി സെയിന്റ് മേരീസ് സ്കൂള്. ബഹുമാന്യനും നമ്മുടെ ബസിലിക്ക റെക്ടറും സ്കൂൾ മാനേജറുമായ ലൂക്കോസ് കുന്നത്തൂരച്ച, അസിസ്റ്റന്റ് വികാരി അലൻ മഴുവഞ്ചേരി അച്ച, കൈക്കാരന്മാരായ ബാബു മഞ്ചളി, ജീസൻ മുണ്ടാടൻ, എഡ്യൂക്കേഷൻ കമ്മിറ്റി കൗൺസിൽ അംഗങ്ങളായ വർക്കി പീറ്റർ, ജോബി അരീക്കൽ, ജോർജ് കുര്യൻ പാറയ്ക്കൽ, പിന്നെ നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ വർഗീസ് മൂലൻ ഇപ്പൊ എത്തിച്ചേരും. ഈ സൈഡിലേക്ക് മറ്റ് സ്നേഹം നിറഞ്ഞ മാധ്യമ സുഹൃത്തുക്കളെ, ഞാൻ പ്രത്യേകിച്ച് യോഗം എന്ന് വിളിക്കാനുള്ള സാഹചര്യം നിങ്ങൾക്കറിയാം. നിങ്ങൾ ചെറുതായി ഇതിനകത്ത് കാണരുത്, ദയവേത് റിക്വസ്റ്റ് ആണ്. കാരണം അങ്കമാലിയിൽ 100 കൊല്ലം പഴക്കമുള്ള ഒരു സ്കൂള് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന് ക്ഷത സംഭവിച്ചത് പിന്നീട് പൊളിച്ചു പണിതു. അങ്ങനെ LP സ്കൂളും UP സ്കൂളും ഹൈസ്കൂളുമായി അങ്കമാലി നിലകൊള്ളുന്ന അങ്കമാലിയുടെ ഹൃദയത്തുടിപ്പായ നാഷണൽ ഹൈവേയുടെ സൈഡിൽ നിലയുറപ്പിച്ചിട്ടുള്ള ഈ സെന്റ് ജോസഫ് സ്കൂളും സെന്റ് മേരീസ് സ്കൂളും നിങ്ങൾക്കറിയാം എല്ലാവർക്കും. ധാരാളം പ്രതിഭകളെ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി പോയിട്ടുണ്ട്. ധാരാളം മേഖലകളിൽ അവരെല്ലാവരും വർക്ക് ചെയ്യുന്നു, റിട്ടയർ ചെയ്യുന്നു. ഏതാണ്ട് 107 കൊല്ലം പഴക്കം, 110 കൊല്ലം പഴക്കം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതുള്ളൂ. ഒരു ആയുസ് കഴിഞ്ഞവർ വരെ ഈ സ്കൂളിൽ പഠിച്ചു പോയിട്ടുണ്ട്. അതിന്റെ പുനരുദ്ധാരണം എന്ന് പറഞ്ഞാൽ സെന്റ് മേരീസ് സ്കൂള് വളരെ മോശമായ രീതിയിലായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത്. അവിടെ വെച്ച് നിങ്ങൾക്കറിയാം. അത് ബഹുമാനപ്പെട്ട ലൂക്കോസ് കുന്നത്തുരച്ചൻ ഇവിടെ വനേറെ വന്ന ശേഷം അദ്ദേഹം കൊരട്ടി MAHS സ്കൂളിൽ ഇതുപോലെ തന്നെ കെട്ടിടങ്ങൾ പണിത് +2 എല്ലാം മേടിച്ച് നല്ല വിദ്യാഭ്യാസ നിലവാരം ഉയർത്തി ഇന്ന് അവിടെ 2000 പിള്ളേർ പഠിക്കുന്ന ഒരു മഹാ സ്കൂളായി കൊരട്ടി MAHS മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ബഹുമാനായ ലൂക്കോസ് കുന്നത്തൂരച്ചന. അച്ഛന് വിദ്യാഭ്യാസ രംഗത്തും മറ്റു രംഗത്തുമെല്ലാം ധാരാളം കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ആ കഴിവുകൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നു. അതിന്റെ പിന്നിൽ ഞങ്ങൾ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ഭാരവാഹികൾ പ്രവർത്തിക്കുന്നു. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നു. കാര്യങ്ങളെല്ലാം ഇപ്പൊ സ്കൂൾ പൊളിച്ച് പുനരുദ്ധാരണത്തിന്റെ ആ ശിലാസ്ഥാപനം നടത്താൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. അപ്പൊ മറ്റു കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട വികാരിച്ചന് ഇവിടെ പറയും. നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടുകൂടി ആത്മാർത്ഥത്തോടുകൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ഈ യോഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, നമുക്കറിയാവുന്നതുപോലെ പ്രസ് കോൺഫറൻസ് അംഗങ്ങൾ ഇതിനോട് കാണിക്കുന്ന വലിയ മതിപ്പിനും ആദരവിനും ഇതിനോട് നാടിനോടുള്ള സ്നേഹത്തെ പ്രതി നിങ്ങൾ എല്ലാവരും ഇവിടെ സന്നിഹിതരായിരിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷവും അഭിനന്ദനവുമുണ്ട്. നമുക്കറിയാവുന്ന ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിന് വളരെ മുമ്പ് തന്നെ 1889 ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ വരേണ്ടതിനെ കുറിച്ച് വളരെ ഗൗരവമായിട്ട് ഈ ഇടവകയിലെ മുൻ അധികാരികൾ ചിന്തിച്ചിട്ടുള്ളത്. കരയാമ്പറമ്പ്, ബീച്ചാനിക്കാട്, കറുകുറ്റി, കിടങ്ങൂര്, മേക്കാട്, ചെമ്മന്നൂര്, പാപ്പാലശ്ശേരി, അകപ്പറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആദ്യത്തെ സെന്റ് ആന്റണീസ് സ്കൂള് ചമ്പന്നൂർ ആരംഭിക്കുവാനായിട്ടുള്ള വരിക. അത് 1889 അതിനുശേഷം കോർപ്പറേറ്റ് ഉണ്ടാക്കി 1890 സെന്റ് ജോർജ് എഡ്യൂക്കേഷൻ ഏജൻസി എന്നുള്ള പേരിലെ പ്രസ്ഥാനം തുടങ്ങി 1919 സെന്റ് മേരീസ് സ്കൂളിന് രൂപം കൊടുത്തു. ആ സെന്റ് മേരീസ് സ്കൂളും വന്നുവെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ മുതിർന്ന ക്ലാസുകളിലേക്കുള്ള പ്രവേശനമോ അതിനുള്ള പ്രോത്സാഹനമോ ഉണ്ടാകാതിരുന്നുകൊണ്ട് കാര്യമായ പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ പള്ളിയുടെ ഏറ്റവും വലിയ ഇരിപ്പുമുതലായിരുന്ന സ്വർണ്ണക്കുരിശ് വിറ്റുകൊണ്ട് 1945 നമ്മൾ ഒരു ഹൈസ്കൂൾ തുടങ്ങാനുള്ള പരിശ്രമം നടത്തുക. അതിനാവശ്യമായിരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് കെട്ടിട സമുച്ചയം, 2 ഗവൺമെന്റിൽ നിന്നുള്ളതായ സാങ്ഷൻ. ആ സാങ്ഷന് വേണ്ടിയിട്ട് അങ്ങേയറ്റം പരിശ്രമിച്ചത് ജോസഫ് പഞ്ഞിക്കാരൻ എന്ന് പറയുന്ന ബഹുമാന്യനായ ഈ ഇടവകയുടെ മുൻ വികാരിയാണ്.
അദ്ദേഹത്തിന്റെ നിരന്തരമായ പരിശ്രമം കൊണ്ടാണ് ആ സ്കൂൾ ഇവിടെ വരാൻ കാരണമായത്. അതിനുശേഷം ഏതാണ്ട് 3000 കുട്ടികൾ വരെ പഠിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട് ഈ സ്കൂളിനെ സംബന്ധിച്ച്. ആ കാലഘട്ടത്തിന് പിന്നീട് അത് പയ്യെ മറ്റ് സ്കൂളുകള്, അൺഎയ്ഡഡ് സ്കൂളുകളും സ്മാർട്ട് സ്കൂളുകളും എല്ലാം വന്നതോടുകൂടി ഈ സ്കൂളിന് അധോഗതി സംഭവിച്ചു. ഞാൻ 2024 വരുമ്പോ ഈ സ്കൂൾ മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യമാണ്. ഇത് ചരിത്ര പ്രാധാന്യം കൊണ്ടും ഇടവക സമൂഹത്തിന്റെ വലിയ ജീവിതത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമായി നിലനിന്നിരുന്ന ഒരു പ്രസ്ഥാനം സൂക്ഷിച്ചു പോകുന്നത് ശരിയല്ലെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിച്ചത്. അതോടൊപ്പം തന്നെ അവിടെ പഠിക്കുന്ന സാധാരണക്കാരായ കുട്ടികളുടെ മാതാപിതാക്കളുടെ സങ്കടവും പഠിപ്പിക്കുന്ന അധ്യാപകരുടെ തസ്തികകൾ പോസ്റ്റുകൾ ശരിയല്ലാതിരിക്കുന്നതും പല വിധത്തിലുള്ള ജീവിതത്തിൻ്റെതായ സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരെയും കണ്ടപ്പോൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതൊരു പ്രതിജ്ഞാബദ്ധമായിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്തത്. ഇവിടെ SRCPയുടെ കാലഘട്ടത്താണ് നമുക്ക് ഈ സ്കൂളുകൾ അനുവദിച്ചു കിട്ടുന്നതെന്ന് നമുക്കറിയാം. ഈ മാറ്റങ്ങൾക്കെല്ലാം വിധേയമായ അങ്കമാലിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വളരെ ഉന്നത വിദ്യാഭ്യാസമാണ് ഈ സ്കൂൾ വഴിയായിട്ട് ഈ നാടിന് ലഭിച്ചിട്ടുള്ളത്. വിദേശത്തും സ്വദേശത്തുമായിട്ട് അനേകം പേര് ഉന്നത ശ്രേണികളിൽ മന്ത്രിമാരായിട്ടും കളക്ടർമാരായിട്ടും ഇതിന്റെ ഡോക്ടർമാരായിട്ടും എല്ലാ ശ്രേണികളിലും ധാരാളം പേര് മുതിർന്ന നിലവാരത്തിലേക്ക് ഉയർന്ന വിദേശത്തും സ്വദേശത്തുമായിട്ട് സമ്പന്നരായ ധാരാളം വിദ്യാർത്ഥികളെ സംഭാവന ചെയ്യാൻ സാധിച്ച ഒരു മാതൃ സ്കൂളാണ് സെന്റ് ജോസഫ് സ്കൂൾ. അതുകൊണ്ട് ഈ സ്കൂളിൻ്റെതായ വളർച്ചയെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഞങ്ങൾ ഈ ഇരിക്കുന്നവരുടേതായ ചിന്തയിൽ ഇത് വരുന്നത്. അതിനു വേണ്ടിയിട്ട് മൂലൻ വർഗീസ് ചേട്ടനെയാണ് ഞാൻ ആദ്യം സമീപിച്ചത്. അദ്ദേഹം സ്കൂളിനൊരു ബസ് തന്നുകൊണ്ട് ആദ്യം അതിന്റെ പ്രാരംഭം കുറിച്ചു. സെബി ഈ രംഗത്തെല്ലാം വളരെയേറെ പ്രഗത്ഭനായതുകൊണ്ട് അദ്ദേഹത്തെ മുൻനിർത്തിയാണ് ഇതിൻ്റെതായ പെർമിറ്റ് എടുക്കുവാനും സ്കൂളിന്റെ സാങ്ഷൻ മേടിക്കുവാനും സ്കൂളിലെ അധ്യാപകരുടെ നിയമനങ്ങൾ റെഗുലറൈസ് ചെയ്യാനും കേസുകൾ അവസാനിപ്പിക്കാനും ഒക്കെ ഇടവന്നത്. ഇന്ന് സ്കൂൾ വളരെ സ്വസ്ഥമായിട്ടും വളരെ ശാന്തമായിട്ടും ഭംഗിയായിട്ടും പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് അതിന് യോജിച്ചതായ ഒരു കെട്ടിട സമുച്ചയവും അതിന് വേണ്ടതായിട്ടുള്ള ഒരു സ്മാർട്ട് സ്കൂളിൻ്റെതായ കെട്ടും മറ്റും ഇതിന് ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ജോബി എഞ്ചിനീയറോട് അതിന്റെ പ്ലാൻ തയ്യാറാക്കാൻ പറയുക. അതനുസരിച്ചാണ് 9000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വലിയ സ്കൂള്, LP സ്കൂള്, അതിൻ്റെതായ LKG UKG പ്രീ ക്ലാസ്സുകളുടേതായ സൗകര്യങ്ങളെല്ലാം ചെയ്ത് ഒരു നല്ല സ്മാർട്ട് സ്കൂൾ ആണ്. ഒരു 50 കൊല്ലത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെതായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അതിന് ഇവിടെ പഠിച്ചു പോയവരും പഠിച്ചവരുടെയും ഇടവക ജനങ്ങളുടെയും അതോടൊപ്പം തന്നെ ഇതിന്റെ ഗുണകാംക്ഷികളുടെ എല്ലാവരുടെയും വളരെ പ്രോത്സാഹനവും അതിനുവേണ്ട സഹകരണവും അതിന് വേണ്ടതായിട്ടുള്ള സാമ്പത്തികമായ സപ്പോർട്ടും കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിന്റെ വെളിച്ചത്തിലെല്ലാം ഈ സ്കൂളിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുവാനായിട്ട് ഞങ്ങൾ പെട്ടെന്നാണ് തീരുമാനമെടുത്തത്. കാരണം ഈസ്റ്റർ എന്ന് പറയുന്നത് സഭാ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ തിരുദിനത്തിൽ തന്നെ ഇതിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കാമെന്നുള്ള ചിന്ത വന്നു. അതിന്റെ വെളിച്ചത്തിലാണ് അടുത്ത ഞായറാഴ്ച രാവിലെ പള്ളിയിൽ നടക്കുന്ന 7 മണിക്കത്തെ കുർബാനയ്ക്ക് ശേഷം 8 മണിയോടുകൂടി ശിലാസ്ഥാപനം നിർവഹിക്കുവാനും അതിന്റെ പണികൾ മുന്നോട്ട് പോകുവാനും തീരുമാനമെടുത്തിട്ടുള്ളത്. അതിന്റെ കോൺട്രാക്റ്റുമായിട്ടുള്ള എഗ്രിമെന്റ് എല്ലാം വെച്ചു കഴിഞ്ഞു. മറ്റ് പ്രാഥമികമായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും പൂർത്തീകരിച്ച് ഇന്ന് അതിൻ്റെതായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാ അംഗങ്ങളും ഇതിനകത്ത് വന്ന് പങ്കെടുത്ത് ഞങ്ങൾക്ക് തരുന്ന പ്രോത്സാഹനത്തിനും ഇതിന് തരുന്ന പബ്ലിസിറ്റിക്കും മറ്റ് എല്ലാ മേഖലകളിലേക്കും ഇതിനെക്കുറിച്ച് അറിവ് വരാൻ ഇടവരുന്നതിനും നിങ്ങളെല്ലാവരെയും മുക്തകണ്ണം പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും നിങ്ങളെ മുന്നിൽ പലരും പഠിച്ചിട്ടുള്ള സ്കൂളാണ്. ഈ സ്കൂളിൻ്റെതായ ഫലം നമ്മുടെ പൂർവികർക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അങ്കമാലിയുടെ ചരിത്രത്തിന്റെ തന്നെ ഭാഗമായിരുന്ന സ്വാതന്ത്ര്യ സമരം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ ദിവസങ്ങളിൽ മുതൽ ഇന്ത്യയുടെ അങ്കമാലിയുടെയും പരിസരത്തെയും എല്ലാവരുടെയും ജീവിതത്തെ കരുത്തിരിപ്പിച്ച അങ്കമാലി സെയിന്റ് മേരീസ് സ്കൂള് കുറച്ചു നാളായിട്ട് അത്ര ഭംഗിയായിട്ടല്ല പോയിക്കൊണ്ടിരുന്നത്. അതിനകത്ത് ക്ലോസ് ചെയ്യേണ്ട ആവശ്യം വന്നപ്പോൾ തന്നെ അതിന്റെ ആ ബിൽഡിങ്ങിനെല്ലാം കുറച്ച് അത് പുനരുദ്ധരിക്കേണ്ട ആവശ്യം വന്നു. അപ്പൊ
വികാരിയച്ഛനും മറ്റുള്ള കമ്പനി എല്ലാവരും പണ്ട് മുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കുറച്ച് നാളായിട്ട്. അതിനൊന്ന് ശക്തിപ്പെടുത്തണം, കൂടുതൽ കുട്ടികളെ കൊണ്ടുവരണം, കൂടുതൽ ഇത് അത്യാധുനികമായ എഡ്യൂക്കേഷൻ കൊടുക്കാവുന്ന രീതിയിലേക്ക് ഇതിന് ഫെസിലിറ്റേഷൻ ചെയ്യണമെന്നല്ല. അപ്പൊ അതിന്റെ അനുബന്ധത്തില് 4-5 മീറ്റിങ്ങുകൾ അതിന്റെ കമ്മിറ്റികൾ കൂടിയായിരുന്നു. അപ്പൊ കഴിഞ്ഞ കമ്മിറ്റിയില് വികാരിയച്ഛന്റെ നേതൃത്വത്തില് ഈ ഞായറാഴ്ച ഈ അടുത്ത് വരുന്ന ഈ ഈസ്റ്റർ രാവിലെ 8:30 മണിക്ക് ആ പുതിയ സ്കൂളിന്റെ സെയിന്റ് മേരീസ് സ്കൂൾ അതിന്റെ പുതിയ സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപനം നടത്താനായിട്ട് തീരുമാനമായിട്ടുണ്ട്. ഈ സ്കൂളിൽ പഠിച്ച് ഇവിടെ നിന്ന് ജീവിതം കരുപിടിപ്പിച്ച ഈ ലോകത്തിലുള്ള എല്ലാ മലയാളികളെയും ഇതിൽ കോർത്തിണക്കിക്കൊണ്ട്, ഇതിൽ താല്പര്യമുള്ളവരെല്ലാം കോർത്തിണക്കിക്കൊണ്ട് അവരുടെ സഹകരണത്തോടെ മനോഹരമായ ഒരു സ്കൂള് പണിയാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കമ്മിറ്റികൾ, നമ്മുടെ ഈ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. അതിന് എല്ലാ നാട്ടുകാരുടെയും അഭ്യുദയകാംക്ഷികളുടെയും സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കൈക്കാരന്മാരുടെ പേരിലും സെൻട്രൽ കമ്മിറ്റിയുടെ പേരിലും അങ്കമാലി ഇടവകയുടെ പേരിലും ഉള്ള അഗീതമായ നന്ദി എല്ലാ മാധ്യമപ്രവർത്തകർക്കും തരികയാണ്. മാധ്യമപ്രവർത്തകര് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് 2050-2075 കാഴ്ചപ്പാടിൽ എന്ന് പറഞ്ഞു. ഒരു ഹൈസ്കൂളിൽ കാഴ്ചപ്പാടുന്ന നോളജ് സിറ്റി ആയി തന്നെ അങ്കമാലിയിലെ അത്രയും സ്ഥലം, ഇത്രയും മനോഹരമായ നഷ്ടലോട് ചേർന്ന സ്ഥലം ഒരു നോളജ് സിറ്റി ആക്കി. ഇത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, SLC മാത്രമല്ല, അത് ഭാവിയില് +2 കോളേജ് ഉൾപ്പെടെയുള്ള ടെക്നിക്കൽ ഡിഗ്രി ഉൾപ്പെടെയുള്ള സ്ഥാപനമാക്കി വളർത്തുവാനാണ് ഇപ്പോഴത്തെ വലിയൊരു എഡ്യൂക്കേഷൻ കൗൺസിൽ തീരുമാനം ചെയ്തിട്ടുള്ളത്.